പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇന്ന് എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് നമുക്ക് ഒരു ബൈബിൾ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ ഉള്ളതാണ് വായിക്കുന്നത്, 13 വരെ. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് നിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നുള്ള വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അതിൽ നിന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും ദൈവവചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയുകയും ഭൂമി അതിന്മേലുള്ള പണികളും വെന്തു പോവുകയും അങ്ങനെ അവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ട് അഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പം നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിന്റെ അതായത് AD 70 യഹൂദന്മാർക്ക് സംഭവിച്ച കാര്യത്തെ പറ്റിയാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ടേ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്നാ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, കുറച്ചായില്ലേ, ഇനി നമുക്ക് വെളിപാട് പുസ്തകത്തിൽ നിന്ന് മാറി ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പം ഈ തൽക്കാലത്തേക്ക് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുറിയാനി സഭ പറയുന്നുണ്ട് വീടിന്റെ ഭരണം ശീമോനും, അതായത് ശമോൻ പത്രോസിനും പിന്നെ സുവിശേഷം യോഹന്നാനുമാണ് കൊടുത്തത്. അപ്പം നമ്മൾ തുടങ്ങിയത് സുവിശേഷത്തിൽ നിന്ന് ഏൽപ്പിച്ച യോഹന്നാന്റെ വെളിപാടിൽ നിന്ന് നമ്മൾ ആരംഭിച്ചപ്പം ഇനിയിപ്പം സുവിശേഷക്കാരൻ എന്ത് പറഞ്ഞു നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഭരണം നടത്തുന്ന വീട്ടിലെ മൂപ്പൻ എന്തോ പറയുന്നതെന്ന് ഇവിടെ കേട്ടേച്ച് നമുക്ക് നിർത്താം എന്ന്, തൽക്കാലത്തേക്ക് നിർത്താമെന്ന് വിചാരിച്ചാൽ ഞാനിത് പറയുന്നു. അപ്പം നമ്മൾ കാണുന്നത് പത്രോസ് ലേഖനം എഴുതുന്നത് യവനന്മാർക്കും ഗ്രീക്കുകാരുമായിട്ടുള്ളതാണ് അവരുടെ പത്രോസിന്റെ ഓഡിയൻസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചില പദപ്രയോഗങ്ങൾ ഈ ഗ്രീക്ക് ഭാഷയിലെ പിന്നെ ഗ്രീക്ക് പദപ്രയോഗം അതിനകത്തുള്ളത്. അപ്പം അതുകൊണ്ട് അതിന്റെ അർത്ഥങ്ങളും വേറെയാണ്. അപ്പം ഈ നമ്മൾ ബൈബിൾ എടുത്തു വച്ചിട്ട് ഈ വെളിപാട് പുസ്തകത്തിലെ കോണ്ടക്സ്റ്റ് പോലെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഈ 3-ാം അധ്യായം തുടക്കത്തിൽ നമ്മൾ പിന്നെ അവിടെ പറയുന്നുണ്ട്, ഈ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അതായത് കർത്താവിന്റെ 2-ാം വരവ് ഇപ്പോഴുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നവരാണ് ആദ്യ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ വിചാരിച്ചുകൊണ്ടിരുന്ന കർത്താവ് പെട്ടെന്ന് വരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരെങ്ങനെ കാത്തിരുന്ന് അപ്പൊ അവരെ കളിയാക്കിക്കൊണ്ട് പലരും, അതായത് പിന്നെ യഹൂദ സമൂഹം അവരെ കളിയാക്കുമായിരുന്നു, നിങ്ങളുടെ കർത്താവ് പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അപ്പം അതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഈ പത്രോസിന്റെ 2-ാമത്തെ ലേഖനം എഴുതുന്നത് അതിന്റെ 3-ാം അധ്യായം സ്പെസിഫിക് ആയിട്ട് ഈ ഒരു വിഷയം ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പം അവിടെയാണ് വീണ്ടും ഈ പറയുന്നത്, അവിടെ കുറേ പദപ്രയോഗങ്ങളുണ്ട്. അതാണ് ഞാനിത് പറയാനുള്ള കാരണം. 1-ാമത്തെ പദപ്രയോഗമാണ് ആകാശവും ഭൂമിയും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആകാശവും ഭൂമി എന്ന് പറയുന്നത് ജെറുസലേമും യഹൂദന്റെ ദേവാലയം, അതാണ് പുതിയ ആകാശം പുതിയ ഭൂമി, അല്ലെങ്കിൽ ആകാശവും ഭൂമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പം അവിടെ ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതിനെ പറ്റിയാണ് പത്രോസ് പറയുന്നത്. പിന്നെ കർത്താവിന് 1000 ദിവസം, ഈ 1000 ദിവസം അല്ല 1000 സംവത്സരം എന്നത് ഒരു ദിവസം 1000 സംവത്സരമാണെന്നൊക്കെ ഈ പെന്തിക്കോസുകാരുടെ ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് എന്തുകൊണ്ടാണ് കർത്താവ് വരാത്തതെന്ന് ചോദിക്കുമ്പം അവർ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇത്. പിന്നെ 1000 ഒരു ദിവസം 1000 ദിവസം പോലെ, അപ്പം ഇനിയും ഒരുപാട് കാലം എടുക്കും. ബൈബിളിൽ യഥാർത്ഥത്തിൽ 1000 വർഷമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ 1000 എന്നുള്ള പദം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അനിശ്ചിതമായ കാര്യത്തെ പറ്റി പറയാനാണ്. അതായത് ചിലപ്പം അത് ഈ 1 ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചായിരിക്കാം, അല്ലെങ്കിൽ അധികമായിരിക്കാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും ഞാൻ പറയാണ്. ഈ 1000 ഇനിയിപ്പോൾ 1000 സംവത്സരം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ഒരു പ്രവചിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ എന്നോ വർഷങ്ങൾ എന്നോ. അതായത് ചിലപ്പം അത് ഈ 1000 ഉദ്ദേശിക്കുന്നത് ചിലപ്പം പിറ്റേ ദിവസം സംഭവിക്കാം, അല്ലെങ്കിൽ കാലതാമസം എടുത്ത് സംഭവിക്കാം. ഇത് വർഷങ്ങൾ എന്ന് ഈ 1000 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അനിശ്ചിതമായ കാര്യത്തെ സംബോധിച്ച് ചെയ്യാൻ. അത് പഴയ നിയമത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്, പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. അപ്പം ഈ 1000 എന്നുള്ള വാക്ക് വെളിപാട് പുസ്തകത്തിലും പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണം പറയുന്നുണ്ട്. 12 ഗോത്രങ്ങളിൽ നിന്ന് 1000 വീതം 12000, പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം 12,000, പിന്നെ 12 ഗുണം 12 ഗോത്രം. അപ്പൊ ഈ 1000 എന്ന് പറയുന്ന സംഖ്യ ഈ ഒരു അനിശ്ചിതമായ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് ഉടനെയോ ചിലപ്പം കുറച്ച് സമയത്തിന് ശേഷം അങ്ങനെ പറയുന്ന പല കാര്യങ്ങൾക്കും അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലാണ് ഈ 1000 എന്ന് ഉപയോഗിച്ചേക്കുന്നത്. അതേ കോണ്ടെക്സ്റ്റ് ഇവിടെയും പറയുന്നുണ്ട്. ഇത് 1000 സംവത്സരം എന്ന് പറയുന്നുണ്ട്. അത് കർത്താവിൻ്റെ ഒരു ദിവസം 1000 വർഷം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഒക്കെ ആയിരിക്കും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതായത് എന്ന് പറയുന്നതിന്റെ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർത്താവിന്റെ ഈ ദിവസം എന്ന് പറയുന്നത്, അതായത് കർത്താവിന്റെ 2ാമത്തെ വരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് സംഭവിക്കാനുള്ള കാര്യമാണ്. അതിന് ഒരു സമയ പരിധിയില്ല എന്നാണ് അത് അവിടെ യഥാർത്ഥത്തിൽ അതാണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ അത് നാളെയും സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് കാലം കഴിഞ്ഞ് സംഭവിക്കാം എന്നുള്ളതാണ് പത്രോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതായത് യഹൂദന്മാരുടെ കൂടെ ഉള്ളവർ ചോദിച്ചു തുടങ്ങി, നിങ്ങളുടെ കർത്താവ് രണ്ടാമത് വരാൻ സമയമായില്ലേ എന്ന്. അപ്പൊ അന്ന് ഉള്ള യഹൂദന്മാർ കാത്തിരുന്നത് കർത്താവ് ഉടനെ തന്നെ തിരിച്ചു വരുമെന്നാണ്. അപ്പൊ അത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെളിപാട് പുസ്തകത്തിൽ മുഴുവനായിട്ടും പറയുന്നത് ഈ ദൈവാലയ നാശവും അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നവര് ഇതുവരെ കർത്താവിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് പത്രോസ് ഈ ലേഖനത്തിൽ ഈ കാര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ 1000 വർഷം, അതായത് ഈ പിന്നെ ആകാശവും ഭൂമിയും നശിപ്പിക്കപ്പെടുമെന്ന്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ കോണ്ടെക്സ്റ്റ് ഒന്നുമില്ല. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ആകാശവും ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെറുസലേം ദേവാലയത്തിന്റെ വെളിപ്പേരാണ്. അതിന്റെ മൂലപദാർത്ഥം, ഈ യഥാർത്ഥത്തിൽ മൂലപദാർത്ഥം എന്ന് പറയുന്നതിന്റെ അത് ഗ്രീക്ക് ഭാഷയിലെ ഒരു വാക്കാണ്. അതിന്റെ പേര് സ്റ്റോയിക്കയോൻ എന്ന് പറയുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, ഈ പ്രപഞ്ച പദാർത്ഥങ്ങൾ, അതായത് അതിനകത്ത് ആകാശം, ഭൂമി, വായു, അഗ്നി, ഈ കാര്യങ്ങളാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് മുഖാന്തരം ഈ മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൊണ്ട്, അതായത് ആ യെറുസലേം ദേവാലയത്തിലെ ഈ വക സാധനങ്ങൾ കൊണ്ട് പണിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാവും എന്നായി പറയുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന യെറുസലേം ദേവാലയത്തെ നശിപ്പിക്കപ്പെടും എന്നാണ് അത് പൊതു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പം പത്രോസ് ലീഹായും ഈ ജെറുസലേമിന്റെ നാശത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം ആ കോണ്ടക്സ്റ്റ് ഇതാണ്. ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തെ പറ്റി പത്രോസ് ലീഹായും പ്രവചിക്കുന്നുണ്ട്, അദ്ദേഹവും അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, യോഹന്നാൻ സ്ലീഹായുടെ വെളിപാട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു വരികയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ AD 70 ഈ കാര്യം നടക്കുന്നതിനെ പറ്റി. യോഹന്നാൻ സ്ലീഹ പറയുന്നുണ്ട്, സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, ഇനി നമ്മുടെ പത്രോസ് ലീഹായും പറയുന്നുണ്ട്, ഇനിയും വേറെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നില്ല. പൗലോസ് ലീഹയുടെ ലേഖനങ്ങളിലേ ഉണ്ടത്.
അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പഠിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ പറയുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ നാശം അല്ലെങ്കിൽ ഈ വെളിപാട് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ്. ആ സംഭവത്തെ പറ്റി പത്രോസ്ലീഹായും സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും. അതിനകത്ത് ഒരു പുസ്തകവും പിന്നെ ഈ 2000 വർഷത്തിന് ശേഷം നമ്മളെ ഓരോരുത്തരെയും വിചാരിച്ച് എഴുതിയതാണ് എന്ന് ധരിക്കരുത്. പിന്നെ പൊതുവായ അർത്ഥത്തിൽ നമുക്കതൊക്കെ എടുത്തു വെച്ചേച്ച് പറയാം, ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് എഴുതി വച്ചേക്കുന്നത് എന്ന് പറയാം. അത് സഭ പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റും. ഇപ്പം നമുക്കിതെല്ലാം എടുക്കാമെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഒരു ഓഡിയൻസിന് വേണ്ടി എഴുതിയതാണ്. ഈ പത്രോസ്ലീഹായുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് യവനന്മാരും ഗ്രീക്കുകാരുമായ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ കേൾക്കുന്നതും അവർ പ്രയോഗിക്കുന്നതുമായ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഈ മൂലപദാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്കയോൻ എന്ന് പറയുന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആകാശം ഭൂമി, വായു, ജലം, അഗ്നി, ഈ 4 സാധനങ്ങൾ എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം. അപ്പം മൂലപദാർത്ഥങ്ങൾ അഴിഞ്ഞു കത്തിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധനങ്ങളുമുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന മണ്ണ് കൊണ്ടും പിന്നെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലാവും എന്ന് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അല്ലാതെ ഇത് മൂലപദാർത്ഥം എന്ന് പറയുന്നത് വേറെന്തോ സാധനമാണ്. ഈ മറ്റേ ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് പോലെ, പിന്നെ ഫിസിക്സിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ രാസനാമങ്ങളോ അല്ലെങ്കിൽ പിന്നെ വാതകങ്ങളുടെ മൂലകങ്ങളോ ഇതൊന്നും അല്ല സാധനം. അതാ പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ കോണ്ടക്സ്റ്റ് പഠിക്കണം. അപ്പം ആ കോണ്ടക്സ്റ്റിനകത്ത് ഇത് ഈ മൂലപദാർത്ഥം എന്നൊക്കെ പറയുന്നത് ഇതാണ് അവരുദ്ദേശിക്കുന്നത്. ഗ്രീക്കുകാർ ഉദ്ദേശിക്കുന്ന സാധനമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് പത്രോസ് അവർക്ക് വേണ്ടിയിട്ട് എഴുതിയേക്കുന്നത് കൊണ്ട് അവർക്കത് മനസ്സിലാവും. അപ്പോൾ അതിനെ എടുത്തു വെച്ചാൽ ഇന്നത്തെ ആൾക്കാർ പറയുന്നുണ്ട് മൂലപദാർത്ഥങ്ങൾ കത്തിപ്പോവും എന്നൊക്കെ. പുതിയ ആകാശം പുതിയ ഭൂമി വരും. പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിന്റെ വെളിപ്പേരാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഞാൻ പിന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും ഒക്കെ എടുത്തു വെച്ചാൽ നമ്മൾ സംസാരിച്ചതാണ്. അപ്പം അതിലേക്ക് ഇനി പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ഒരു കാര്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ മരണത്തിന് ശേഷം 30 വർഷത്തിന് ശേഷം AD 63 യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന പുസ്തകമാണ്. അങ്ങനെ ആ യോഹന്നാൻ ശ്ലീഹയുടെ പുസ്തകത്തിനകത്ത് അദ്ദേഹമാണ് ഈ യെരുശലേം ദേവാലയത്തിന്റെ നാശവും അതിനോട് സംബന്ധിച്ച് യഹൂദനുണ്ടാകുന്ന പീഡകളെയും പറ്റിയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം മാത്രമാണ് വെളിപാട് പുസ്തകം. അത് സഭ അതിനെ ആദ്യ കാലഘട്ടത്തിൽ സഭ അത് വിലക്കിയതാണ്, ഈ പുസ്തകം വേണ്ടാന്ന്. പക്ഷേ എന്നാലും പിന്നെ അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ 27 പുസ്തകത്തിനകത്ത് ഇത് വന്നു. സുറിയാനി സഭയുടെ ബൈബിളിൽ 9-ാം നൂറ്റാണ്ട് വരെയും ഈ വെളിപാട് പുസ്തകം എന്ന പുസ്തകം ഇല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു പോയൊരു ഇവന്റിനാണ്, അതുകൊണ്ട് നമുക്കിത് ഉപയോഗം ആവശ്യമില്ല എന്ന് സഭ പഠിപ്പിച്ചിരുന്നതുകൊണ്ട് 9-ാം നൂറ്റാണ്ട് വരില്ല. പിന്നീട് അത് 9-ാം നൂറ്റാണ്ടിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഗ്രീക്കിൽ നിന്ന് വീണ്ടും ഒരു വിവർത്തനവും കൂടെ സുറിയാനി ഭാഷയിലോട്ട് വന്നതുകൊണ്ട് അതിനകത്ത് ചേരപ്പെട്ടതാണ് 5 പുസ്തകങ്ങൾ. നമുക്ക് സാധാരണയായിട്ട് പശീത്ത ബൈബിളിൽ സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന പശീത്ത ബൈബിളിൽ 22 പുസ്തകങ്ങളേ ഉള്ളൂ. പിന്നെ വരുന്നത് ഉത്തരകാനോനിക ഗ്രന്ഥങ്ങളായിട്ടാണ് 5 പുസ്തകങ്ങൾ വരുന്നത്. 5 പുസ്തകങ്ങൾ ഈ 9-ാം നൂറ്റാണ്ടിന് ശേഷമാണ് വരുന്നത്. കാരണം അതിനകത്ത് തർക്കവിതർക്കങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താതിരുന്നത്. അതിനകത്ത് ഒരു പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകം. കാരണം കഴിഞ്ഞു പോയ ഒരു ഇവന്റിനെ പറ്റിയുള്ള പുസ്തകം നമ്മളിത് വെക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് അന്നത്തെ മാർപ്പാപ്പ ചോദിക്കുന്നുണ്ട് പിന്നെ അത്തനേഷ്യസിനോട്, എന്തിനാ ഈ പുസ്തകം 27 പുസ്തകമായിട്ട് നിങ്ങൾ ഇതിനെ ക്രോഡീകരിക്കുന്നത്, ഇതിനകത്ത് ഈ വെളിപാട് പുസ്തകം കഴിഞ്ഞു പോയൊരു സംഭവം അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം അതിന് മാർപ്പാപ്പയ്ക്ക് മറുപടി കൊടുക്കുന്നത്, കാരണം നമ്മുടെ സ്വർഗീയ ആരാധനയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ആരാധനാക്രമങ്ങൾ അത് സ്വർഗീയ ആരാധനയോട് സാമ്യമുള്ളതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ പുസ്തകം വെക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഒരു ലെജൻഡറിയാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഭ കടന്നു വന്ന അല്ലെങ്കിൽ യഹൂദന് സംഭവിച്ച ഒരു നാശത്തെപ്പറ്റി വരുന്ന തലമുറയ്ക്കൂടെ അറിയണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഈ പുസ്തകം വെളിപാട് പുസ്തകം വെച്ചിട്ടുള്ളത്. അല്ലാത്തത് ഈ പിന്നെ ബാക്കിയുള്ളൊരു ഈ പെന്തിക്കോസ്
ബ്രദറൻ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പറയുന്നത് പോലെ ഈ വെളിപാട് പുസ്തകം എന്ന് പറയുന്ന കാര്യം ഇനി സംഭവിക്കാനുള്ളതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അത് സംഭവിക്കാനുള്ളതാണ്. ഓരോ യുദ്ധം കാണുമ്പോഴും ഇതാ കർത്താവ് അവിടെ വരുന്നു, ഇതാ കർത്താവ് ഇവിടെ വരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ഉദരപൂരണത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കാശടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളിലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവൻ മഹത്വത്തോടെ വരുന്നു. അല്ലാതെ അവൻ ആരെങ്കിലും കൊന്ന് ഒരു ലോകത്തിലുള്ള ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നു കളഞ്ഞിട്ട് ആ ചോര കണ്ട് സംതൃപ്തിപ്പെട്ടിട്ട് വരുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. കാരണം നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പം പഠിപ്പിച്ചത് ദൈവം സ്നേഹമാണെന്നാണ്. അങ്ങനെ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും കൊന്നു കഴിഞ്ഞിട്ട് അവർക്കെല്ലാം എന്തൊക്കെയോ കോടാലി വരുത്തി വെച്ചിട്ട് മാത്രമേ പുള്ളിക്കാരന് വരാൻ പറ്റൂ. പിന്നെ 1000 വർഷം വന്ന് ഒളിച്ചു താമസിക്കണം, പിന്നെ 1000 വർഷം താമസിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് 7 വർഷം അല്ലാതെ ഉണ്ട്, അത് കഴിഞ്ഞ് സാത്താനെ തുറന്നു വിടണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരനെ പിടിച്ച് ഇതിടണം, അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകണം. യഥാർത്ഥത്തിൽ ആകാശവും ഭൂമിയും ഇനി മനുഷ്യന്റെ തെറ്റുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ജലപ്രളയത്തിന് ശേഷം ദൈവം വച്ച വാഗ്ദാനമാണ് ഇനി മനുഷ്യന്റെ തെറ്റുകൊണ്ട് ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കുകയില്ല എന്നുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ഇത് നമ്മൾ ഉറച്ചിരിക്കേണ്ടതാണ്. ദൈവം മനുഷ്യനോട് ചെയ്യുന്ന വാഗ്ദാനമാണ് ഇനി മനുഷ്യന്റെ തെറ്റുകൊണ്ട് ഇനി ഞാൻ ഈ മുഴുഭൂമിയെ നശിപ്പിക്കില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ നശിപ്പിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്ത ദൈവം തന്നെ ഇനി ഈ ഭൂമി മുഴുവൻ നശിപ്പിച്ചേച്ച ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കി വരും. അതായത് ഇന്ന് കാണുന്ന ഈ ആകാശവും ഭൂമിയൊക്കെ നശിച്ചു പോകുന്ന പെന്തിക്കോസുകാരൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനല്ല. ആകാശവും ഭൂമി എന്നുള്ളത് ജെറുസലേം ദേവാലയത്തിന്റെ വെളിപ്പേരാണ്. അത് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ആകാശവും ഭൂമിയുടെ പറ്റി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്, ഈ വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിശുദ്ധിയും വേർപാടും ഒക്കെ ചോദിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ വിശുദ്ധി, വേർപാട്, പിന്നെ അയലോക്കക്കാരനോട് സംസാരിക്കാൻ പോലും ഇതാവാതെ അവന്റെ സ്നേഹകാര്യങ്ങളിലോ അവന്റെ ഒരു കാര്യത്തിലും, അതായത് അവന്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിലും പങ്കെടുക്കാതെ നമ്മൾ ഒളിച്ചു താമസിക്കാനോ അവൻ തരുന്നത് കഴിക്കാതിരിക്കാനോ ഉള്ള ഒരു കാര്യമല്ല ഈ ജീവന്റെ പുസ്തകത്തിലെ പേരെഴുതുന്നത്. വിശുദ്ധി, വേർപാട് എന്നൊക്കെ പറയുന്നത് ജീവന്റെ പുസ്തകത്തിലെ പേരെഴുത്ത് നമ്മൾ അതും ചർച്ച ചെയ്തതാണ്. അപ്പം ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ലൈവിന്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണ്. വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് AD 70 കൂടി യഹൂദന് സംഭവിച്ച നാശത്തെ പറ്റി AD 63 യോഹന്നാൻ ശ്ലീഹ എഴുതിയ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അത് ഈ പുസ്തകം എഴുതി 7 വർഷത്തിന് അകം അത് കാര്യങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകം മുദ്രയിടരുത് എന്ന്. അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഈ പുസ്തകം മുദ്രയിടരുത്, ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്നാണ്. അപ്പൊ അത് 7 വർഷത്തിനകം അത് സംഭവിച്ചു. അല്ലാതെ ഇനി നിങ്ങളൊരു യുദ്ധം കേൾക്കുമ്പോൾ പലരും പറഞ്ഞുകൊണ്ട് വരും, അത് കണ്ടോ, പിന്നെ അവിടെ നമ്മൾ മൃഗത്തെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം കൺക്ലൂഷനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ദൈവം ആരെയും കൊന്നിട്ട് വരാനിരിക്കുന്നവനല്ല. ദൈവം സ്നേഹമാണ്, സ്നേഹം തന്നെ എന്നാണ് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉദരപൂർണം നിമിത്തം പലരും പലതും വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അപ്പോസ്തോലിക സഭയിലുള്ള നമ്മുടെ ആൾക്കാർ അതിനകത്ത് പോയി തലവെച്ച് കൊടുക്കരുത്. നിങ്ങൾ സത്യവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം ഈ ബൈബിൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു പുസ്തകമാണ് ബൈബിൾ. ആദ്യം ഉണ്ടാവുന്നത് സഭയാണ്. നിങ്ങൾ സഭയിൽ വിശ്വസിക്കുക, കൂദാശകളിൽ വിശ്വസിക്കുക, അങ്ങനെ നിങ്ങളുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ കരിസ്മാറ്റിക് പെന്തക്കോസുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്ക് ബൈബിൾ പഠിക്കുക, എന്നിട്ട് സഭയോട് ചേർന്നിരുന്ന് പഠിക്കുക, കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് പഠിക്കുക, പ്രീടെക്സ്റ്റ് അറിഞ്ഞ് പഠിക്കുക, ഓഡിയൻസ് റെലവൻസ് അറിഞ്ഞ് പഠിക്കുക, അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന പദപ്രയോഗങ്ങൾ അറിഞ്ഞു പഠിക്കുക. ഇങ്ങനെ വേണം പഠിക്കാൻ ബൈബിള്. അല്ലാതെ വികലമായി ബൈബിള് പഠിച്ചിട്ട് വികലമായ വ്യാഖ്യാനങ്ങളിലൂടെ സാധാരണ മനുഷ്യന്റെ സമയവും അവന്റെ
നിത്യജീവിതത്തിലെ കാര്യങ്ങളും എല്ലാം ബൈബിൾ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഇല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഒരു സയൻസ് പുസ്തകമല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഒരു ചരിത്ര പുസ്തകമല്ല. ബൈബിൾ എന്ന് പറയുന്നത് എക്കാലത്തേക്കും എഴുതിയ പുസ്തകവുമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇനി തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അതിനെ സമഗ്രമായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. എന്നതിന് ശേഷം മാത്രം ചാടി ഈ പറഞ്ഞിരിക്കുന്ന പെന്തക്കോസിലോ ബ്രദറിലോ പ്രൊട്ടസ്റ്റന്റിലോ നിങ്ങൾ എങ്ങോട്ട് സഭ മാറിപ്പോയാലും രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. അതിന് മനുഷ്യന്റെ പ്രവൃത്തികൾ കാരണമല്ല അത് അവന് കിട്ടുന്നത്, ഒരിക്കലുമല്ല. ഒരാൾ സ്നാനപ്പെട്ടു എന്നതുകൊണ്ടും അവൻ രക്ഷിക്കപ്പെടില്ല. ഇനി അവൻ സ്നാനപ്പെട്ടില്ല എന്നതുകൊണ്ടും അവൻ രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷ എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ദാനമാണ്. അത് എങ്ങനെയാണോ അവൻ ഈ ഭൂമിയിൽ മഞ്ഞും മഴയും എല്ലാവർക്കും നൽകിയിരിക്കുന്നത്, അതേപോലെ നമുക്കും അവൻ ആ രക്ഷ നൽകിയിട്ടുണ്ട്. ആ രക്ഷ നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ആ രക്ഷയിൽ നിങ്ങൾ അറിഞ്ഞു ജീവിക്കുന്നു. നിങ്ങൾക്കുണ്ടായ രക്ഷയുടെ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇനി നിങ്ങൾ അത് എടുക്കുന്നില്ല എന്നതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒരു പിന്നെ ശിക്ഷാവിധിയോ അങ്ങനെ ഒന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകന്റെ ലംഘനത്താൽ പാപവും മരണവും ലോകത്തിൽ വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ പാപമോചനവും വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാ പൗലോസ്ലീഹ പറയുന്നത്. അതായത് നിങ്ങൾ എങ്ങനെ ഇതിന് കാരണക്കാരനല്ലായിരുന്നോ അതുപോലെ തന്നെ ഈ ക്രിസ്തുവിന്റെ അനുസരണത്തിലൂടെ ഈ പാപമോചനത്തിൽ നിങ്ങൾ കാരണക്കാരല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കിത് ലഭിച്ചിരിക്കുന്നത് കൃപയാലാണ്, ദാനമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ തുടർന്നു പോകാം. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ പിന്നെ നമ്മുടെ കർത്താവിന്റെ ഒരു ഉപമയുണ്ട്, അതിനകത്ത് കർത്താവ് പറയാൻ ശ്രമിക്കുന്ന ഇതാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, എൻ്റെ കർത്താവെ നിന്റെ പേരിൽ ഞങ്ങൾ 1000 പേരെ സൗഖ്യമാക്കി, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങൾ വീരപ്രവൃത്തി ചെയ്തു. അപ്പോൾ കർത്താവ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം എന്താ? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വന്നില്ല. അതായത് നിങ്ങൾ പാവങ്ങളെ സഹായിച്ചില്ല, അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല. കർത്താവ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കർത്താവ് 2 കൽപ്പനയെ തരുന്നുള്ളൂ. 1 ദൈവത്തെ സ്നേഹിക്കുക, 2 പരസ്പരം സ്നേഹിക്കുക. അപ്പം കർത്താവിന്റെ പുസ്തകത്തിൽ ഈ 2 കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പരസ്പരം സ്നേഹിച്ച് നമ്മുടെ അയൽവക്കക്കാരെ നമ്മളെ പോലെയൊക്കെ സ്നേഹിച്ചൊക്കെ അങ്ങ് പോവുക. അപ്പം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വെളിപാട് പുസ്തകവും ചുവന്നേച്ച് ദേ വരുന്നു, പോയി, കണ്ടോ അമേരിക്ക അവിടെ ബോംബിട്ടു, ഇസ്രായേൽ അവിടെ പിന്നെ ഇത് ചെയ്തു, ഇപ്പം വരും. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, 2ാം ദേവാലയം ഉണ്ടാകുക എന്നുള്ളത് കർത്താവിന്റെ പ്രവചനമായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചനമായിരുന്നു. 2ാം ദേവാലയം ഉണ്ടാവുമെന്ന്, അതായത് ക്രിസ്തുവിന്റെ കാലത്ത് ദേവാലയം ഉണ്ടാവുമെന്ന്, 2ാം ദേവാലയം നശിപ്പിക്കും എന്ന് കർത്താവിന്റെ പ്രവചനമാണ്. ആ കർത്താവിന്റെ പ്രവചനം AD 70 സംഭവിച്ചു. ഇനി 3ാമതൊരു ദേവാലയം ഉണ്ടാകുമെന്ന് ആരും പ്രവചിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ 3ാമതൊരു ദേവാലയം ഉണ്ടാകുമെന്ന് ആരും പ്രവചിച്ചിട്ടില്ല. അപ്പൊ 3ാമതൊരു ദേവാലയം ഉണ്ടാകുമെന്ന് ആരും പ്രവചിക്കാതെ ഈ വെളിപാട് പുസ്തകത്തിൽ ഒരു ആലയത്തെ നശിപ്പിക്കുന്ന കാര്യവും ആലയം അളക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിലനിൽക്കുന്ന ഒരു ആലയം അളക്കുന്ന കാര്യം അവിടെ പറയുന്നത്, ആലയം അളക്കാൻ പറയുന്നുണ്ട്, ആലയത്തിന്റെ ഇത്. അപ്പൊ ആലയം അളക്കണമെന്നുണ്ടെങ്കിൽ ആലയം നിലനിൽക്കണം. ആലയം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ 3ാം ആലയം ഉണ്ടാകും എന്നുള്ള പ്രവചനം നമ്മുടെ ബൈബിളിൽ എവിടെങ്കിലും വേണം. 3ാം ആലയം ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനം ഇല്ലാതിരിക്കെ ഇത് 3ാം ആലയ നാശത്തെ പറ്റിയാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരമാണ്. അതിന് തലച്ചോറ് കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്ന നിങ്ങൾ അതിലും വലിയ മണ്ടന്മാരാണ്. ഇതൊരു പ്രത്യേക എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപാട് പുസ്തകത്തിന് എഴുതിയിരിക്കുന്നത് അത് ആദ്യ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. ആസിയായിലെ, അതായത് ഇന്നത്തെ പിന്നെ
ആസിയായിലെ 7 സഭകൾക്കായി അത് എഴുതുന്നത്. ഇന്ന് ആ സഭകൾ നിലവിൽ പോലുമില്ല. അപ്പം നിലവിലില്ലാത്ത സഭകൾ ഒക്കെ ഇന്നത്തെ കാലത്ത് നിലവിലില്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടിയിട്ട് അത് എഴുതിയേക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. ആ ഓഡിയൻസിനോട് അന്ന് പറഞ്ഞ കാര്യമാണ്. അത് 7 വർഷത്തിനകം അത് സംഭവിച്ചു. ഇനി സംഭവിക്കാനുള്ളതല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതല്ല. കാരണം അതിനകത്ത് പല പ്രയോഗങ്ങളും നമ്മൾ എല്ലാം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ഒരു വെളിപാട് പുസ്തകത്തിൻ്റെ ഈ ഒരു സീരീസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനിയും ആരെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയും കൂടെ വാരിയിട്ട് അലക്കാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സഭയിൽ വിശ്വസിക്കുക. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, കുറവുകളുണ്ടാവാം, സഭയിൽ കുറവുകളുണ്ടാവാം. നിങ്ങൾക്ക് ചിലപ്പം അടുത്ത വിശ്വാസിയുമായിട്ട് സ്നേഹക്കുറവുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സഭയിൽ നിന്ന് നിങ്ങൾക്ക് തിക്തമെന്ന് തോന്നുന്ന പല അനുഭവങ്ങളും ഉണ്ടാവാം. അത് നിങ്ങൾ പെന്തിക്കോസിൽ പോയാലും ഉണ്ടെന്നേ. ഈ ലോകത്തുള്ള എവിടെ പോയാലും, ഇനിയിപ്പം പെന്തിക്കോസ് എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും വേറെ മറ്റ് സമൂഹങ്ങളിലേക്ക് പോയാലും അവിടെ ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട്, അതായത് നിങ്ങൾ ഈ സ്നേഹം മറന്നിട്ട് ഈ വെളിപാട് പുസ്തകം വ്യാഖ്യാനിച്ച് അതിൻ്റെ പുറകെ പോകരുത്. നിങ്ങൾ സഭയിൽ വിശ്വസിക്കുക. കാരണം ഈ ബൈബിൾ നിങ്ങൾക്ക് സഭയുണ്ടായി 400 വർഷത്തിന് ശേഷം ആണ് ഈ പുസ്തകം ഉണ്ടാവുന്നത്. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടാവുന്നത് സഭയുണ്ടായി 4 നൂറ്റാണ്ടിന് ശേഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 4 നൂറ്റാണ്ടിൽ ഇവിടെ നിലനിന്നിരുന്ന സഭയുണ്ട്. ഈ ഒരു പുസ്തകം പോലും ഇല്ലാതെ ഇതിനു വേണ്ടി രക്തസാക്ഷികളായ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം സഭയിൽ വിശ്വസിക്കുക, സഭ പറയുന്ന കൂതാശകൾ അനുസരിക്കുക, കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, കർത്താവിനെ സ്വീകരിക്കുക, സമാധാനമായിട്ട് പോയി കിടന്ന് വീട്ടിൽ കിടന്നുറങ്ങുക, അവനവൻ്റെ ജോലിക്ക് പോവുക, വല്ലതും വെച്ചുളർത്തി പിള്ളേർക്കും കൊടുത്ത് സന്തോഷമായിട്ട് കഴിയുക. അല്ലാതെ ഈ വക കാര്യങ്ങൾ ഈ വെളിപാട് പുസ്തകത്തിൽ ഈ പെന്തിക്കോസുകാരിട്ട് വിരട്ടുന്നത് പോലെ, അയ്യോ വരിക നിന്റെ പാപം, നീ വലിയ പാപിയാകുന്നു, എന്നാ പാവോ? യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പോപ്പുലർ ഗോസ്പലിൽ പറയുന്നതാണോ പാപം? നമ്മൾ പാപത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത ഒരു ലൈവ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അന്നേരം നമുക്ക് ഈ പാപത്തെപ്പറ്റി അറിയാം. ഈ ബൈബിൾ പ്രകാരം എന്താണ് പാപം എന്നുള്ളത്. അല്ലാതെ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ദ്രാവിഡൻ എന്നാ പാപം എന്നൊന്നും എനിക്കറിയത്തില്ല. ബൈബിൾ പ്രകാരമുള്ള പാപം എന്താണെന്നും അത് നമുക്കുണ്ടോ എന്നും നമുക്ക് പരിശോധിക്കാം. അപ്പം അതുകൊണ്ട് നീ പാപിയാണ്, നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചില്ലെങ്കിൽ ദാ വരാൻ പോകുന്ന നിനക്ക് കോടാലി നിന്നെ നരകത്തിലിട്ട് പൊരിക്കും, നിന്നെ ഷവായി ഉണ്ടാക്കും, നിനക്ക് അൽഫാം ഉണ്ടാക്കും, നിന്നെ തീയിലിട്ട് പൊരിച്ചേച്ച് പിന്നെ പുഴുവിനെ കൊണ്ട് കടിപ്പിക്കും എന്നൊക്കെ ഉള്ളതാ ഇപ്പോഴത്തെ സുവിശേഷം. ഏതാ നമ്മൾ ഈ തെരുവിൽ കേൾക്കുന്ന സുവിശേഷം ഉണ്ടല്ലോ, മൈക്ക് സെറ്റ് വെച്ച് കെട്ടി. അപ്പം ഇതൊന്നും അല്ല സുവിശേഷം. സുവിശേഷം ഇത്രയേ ഉള്ളൂ. ജീവന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുക്കളാണ്. ഇതാണ് സുവിശേഷം. ഇതിനപ്പുറം ഒരു സുവിശേഷം ഇല്ല. നമ്മൾ ക്രിസ്തു ആകുന്ന തലയോളം വളരുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന നിർദ്ദേശം. നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണം. അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.